ഡേ ആ ഫാൻ്റെ സ്പീഡ് ഒന്ന് കൂട്ട്. തൊണ്ട വരണം. നീ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ എടുത്തോട്ടാ. നീയേ ആ ടി വിയിലെ റിമോട്ടിങ് എടുത്ത. അമ്മ ഇങ്ങനെ മടിച്ചാവരുത്. എന്നെ ഒരു കാര്യത്തിന് സഹായിക്കണ്ട, പക്ഷെ ഉപദ്രവിക്കാതിരുന്നൂടെ? ഞാൻ നിന്നെ എങ്ങനെ ഉപദ്രവിച്ചു എന്നാ പറയണത്? ഞാൻ നിന്നെ സഹായിക്കുകയല്ലേ ചെയ്യണത്. ഈ കാല് വയ്യാത്ത ഞാനേ എന്തോന്നൊക്കെ ചെയ്യും ഇവിടെ. ഒരു ഉപദ്രവവും ഇല്ല. എനിക്ക് ജോലിയുടെ ഇന്റർവ്യൂവിന്റെ സമയത്തെ സോഫയിൽ വെച്ചിരുന്ന സർട്ടിഫിക്കറ്റ് കാണാത്തതിൽ ഇപ്പോഴും സംശയമുണ്ട്. എന്റെ ഈശ്വര, ഇവിടെ എന്തൊക്കെയാണ് ഈ പറയണത്? ഞാൻ നിന്റെ വായിലിരിക്കണ എന്തിനാടി ഇങ്ങനെ ഞാൻ കേൾക്കണത്? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ദൈവത്തിനറിയാം ഇവിടെ എന്തോന്നാണ് നടക്കണതെന്നും ആരാണ് അഭിനയിക്കണതെന്നും ഒക്കെ. ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ കണ്ടതല്ലേ. എന്നിട്ട് അമ്മ മനഃപൂർവ്വം എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയല്ലേ ഓരോന്ന് പറഞ്ഞത്. ഞാൻ ഈ അരിയുന്നതേ എനിക്ക് മാത്രം തിന്നാനുള്ളതല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഞാനേ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടടി. എൻ്റെ മോൻ്റെതാ ഇപ്പം തന്നെ ഞാൻ അയച്ചു കൊടുക്കും. നിനക്ക് കിട്ടാൻ പോണ പോലും അറിഞ്ഞറിയിക്കണം. ഞാൻ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മ കണ്ടതല്ലേ. എന്നിട്ട് അമ്മ മനഃപൂർവ്വം എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയല്ലേ ഓരോന്ന് പറഞ്ഞത്. ഇവിടെ എന്തൊക്കെയാണ് ഈ പറയണേ? ഇന്ന് നേരത്തെ വന്നാ എന്തു പറ്റി? ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പോഴേ ഓഫീസിൽ ഇരിക്കാൻ പറ്റണ്ടേ, ഒരു മനസമാധാനം കിട്ടുന്നില്ല. ഇവിടെ എന്താ പ്രശ്നം? നിങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്ന പ്രശ്നം അല്ലാതെ വേറൊരു പ്രശ്നം വരെ ഇവിടെ സാധ്യതയില്ലല്ലോ. എന്റെ അമ്മയല്ല പ്രശ്നം, നീയാണ് പ്രശ്നം. എന്റെ അമ്മയോടുള്ള നിന്റെ സമീപനം ഒട്ടും ശരിയല്ല. ഓ, ഇപ്പൊ കുറ്റം മുഴുവൻ എനിക്കാ. നിങ്ങളുടെ അമ്മ കാണിക്കുന്ന ഒന്നും കുഴപ്പമില്ലല്ലേ? എന്റെ അമ്മ എന്ത് കാണിച്ചെന്ന് നീ പറയുന്ന? നിങ്ങളൊന്നും കാണുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ കണ്ടില്ല, പക്ഷെ എല്ലാം കേട്ട് ബോധ്യപ്പെട്ട്. ഞാൻ ഇല്ലാത്തപ്പോ എന്റെ അമ്മേനെ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞ് നീ വിഷമിപ്പിക്കുക. എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എൻ്റെ അമ്മയാണ് എന്നെ നോക്കിയത്. ആ വോയിസ് അമ്മ അയക്കുന്നവരെ ഇത്രയും നീ എൻ്റെ അമ്മയെ കുത്തി പറയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഏത് വോയിസ്? എന്ത് കേട്ടു? വിട് നീ ചുമ്മാ. എനിക്ക് എടി മോനെ, നീ എപ്പോ വന്നടാ?